അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ തുടക്കത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ചൊരു വിഷയമാണ്. നാടുകളിൽ, പരിസരങ്ങളിൽ വ്യത്യസ്ത സംഘടനകൾക്കായിട്ടും വ്യത്യസ്ത ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടൊക്കെ പള്ളികളുണ്ട്. പള്ളികളിൽ നിന്നെല്ലാം സമയാസമയങ്ങളിൽ വാങ്കുലി മുഴങ്ങാറുണ്ട്. പലപ്പോഴും പല പള്ളികളിലും 1-2 മിനിറ്റ് വ്യത്യസ്തമായിട്ടൊക്കെയാണ് വാങ്കുലി മുഴങ്ങാറുള്ളത്. മറ്റിതര മാസങ്ങളിൽ വലിയ ചർച്ചകളൊന്നും ആകാറില്ല. പക്ഷെ റമളാൻ മാസത്തിൽ അത് പലപ്പോഴും ചർച്ചയാണ്. എക്സ്പെഷ്യലി മഗ്‌രിബിന്റെ സമയവും സുബഹിന്റെ സമയത്തെയും വാങ്ക് ഒരു ചർച്ചയായിട്ടുണ്ട്. പലപ്പോഴും പല ഇഫ്താർ മീറ്റുകളിലും പങ്കെടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, നോമ്പുറക്കാനായിട്ടില്ല, ആ കേൾക്കുന്ന വാങ്ക് ഒരു സിഗ്നൽ വാങ്കാണ്, ഒരു അനൗൺസ്മെന്റ് മാത്രമാണ്, നോമ്പ് തുറക്കണ്ട എന്ന് പലരും പറയാറുണ്ട്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നോമ്പ് എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിൽ രാവിലെ സുബഹി സമയം മുതൽ മഗ്‌രിബ് വരെ ഉള്ള ആ പകൽ സമയം മുഴുവനും അന്നപാനീയങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും അതുപോലെ കഴിവുമുള്ള എല്ലാ മുസ്ലിം പുരുഷനും സ്ത്രീയും ബന്ധമായി നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം, അതായത് സുബഹി ടൈം മുതൽ മഗ്‌രിബിന്റെ ടൈം വരെയുള്ള സമയം, പകൽ സമയം മുഴുവനായിട്ടും പട്ടിണി കഴിയണം. ഉമിനീരിറക്കാൻ, ബാക്കിയുള്ള കഫം പോലെയുള്ള വസ്തുക്കളൊന്നും ഉള്ളിലേക്ക് എത്താൻ പാടില്ല. ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നോമ്പും നോമ്പ് തുറയും തമ്മിൽ എന്താണ് ബന്ധം എന്നതാണ് എന്റെ ചോദ്യം. നോമ്പ് സ്വഹീഹാകാൻ നോമ്പ് തുറക്കണമെന്ന് നിർബന്ധമില്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പല സാധാരണക്കാർക്കും ഈ വിഷയം അറിയില്ല. നോമ്പ് തുറക്കാൻ നേരത്ത് വല്ലാത്തൊരു പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞതുപോലെ നോമ്പ് തുറക്കാനുള്ള മരണപ്പാച്ചിലിൽ എത്രയോ ആളുകൾക്ക് അപകടം സംഭവിക്കാറുണ്ട്, മരണം സംഭവിക്കാറുണ്ട്. ആ നോമ്പ് തുറക്കുന്ന സമയമായ ഉടനെ നോമ്പ് തുറക്കൽ സുന്നത്താണ്, നിർബന്ധമല്ല. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സമയമായ ഉടനെ നോമ്പ് തുറക്കൽ സുന്നത്തായ ഒരു കർമ്മമാണ്, വളരെ നല്ലതാണ്. ഇനി ഒരാൾക്ക് ആ സമയത്ത് നോമ്പ് തുറക്കാൻ പറ്റിയില്ല, നോമ്പ് മുറിക്കാൻ പറ്റിയില്ല, അയാള് കുറച്ച് കഴിഞ്ഞിട്ടാണ് മുറിച്ചത്, അല്ലെങ്കിൽ 10 മണിക്കാണ് മുറിച്ചത്, രാത്രി 12 മണിക്കാണ്, അല്ലെങ്കിൽ അത്താഴത്തിനാണ് അദ്ദേഹം കഴിച്ചത്, നോമ്പ് തുറക്കേണ്ട സമയമായിട്ട് അയാൾ ഒന്നും കഴിച്ചില്ല, അയാൾ നോമ്പിന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. നോമ്പും നോമ്പ് തുറയുമായി അത്രയും അഭേദ്യമായ ബന്ധമൊന്നുമില്ല. അപ്പോ ഒരാള് നോമ്പ് മുറിക്കാൻ, അത് ഇഫ്താറിന് അയാൾ ഒന്നും കഴിച്ചില്ല, ഒരു പച്ച വെള്ളം പോലും കുടിച്ചില്ല, അതുകൊണ്ട് അയാളുടെ നോമ്പിന് ഒരു പ്രശ്നവുമില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ പട്ടിണിയാവുക എന്നതാണ്, അന്നപാനീയങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയട്ടെ, ഇവിടെ എന്താണ് സൂക്ഷ്മത? സുബഹി വാങ്ക് പല പള്ളികളിലും 1-2 മിനിറ്റ് വ്യത്യാസത്തിലാണ് കൊടുക്കുക. ഞാൻ പറയട്ടെ, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ആരാധന അത് പെർഫെക്റ്റ് ആവുക, അത് ഫ്രൂട്ട്ഫുൾനെസ് ആയി, അത് സ്വഹീഹാവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇവിടെ എന്താണ് സൂക്ഷ്മത? ആ സുബഹിന്റെ വാങ്കിന്റെ 1-2-3 മിനിറ്റ് നേരം മുമ്പ് അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കുക, അതല്ലേ സൂക്ഷ്മത? അതേപോലെ മഗ്‌രിബ് വാങ്ക് കൊടുക്കുക, സമയമായാലാണ് മഗ്‌രിബ് വാങ്ക് കൊടുക്കുക. അത് പല അഭിപ്രായ വ്യത്യാസങ്ങളും പല പള്ളികളിലെയും വാങ്കിനെ കുറിച്ചുണ്ടെങ്കിൽ എന്താണ് കരണീയം? സൂക്ഷ്മതയുടെ ഭാഗം ഏതാണ്? മഗ്‌രിബ് വാങ്ക് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റോ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതിയാലോ, അതല്ലേ സൂക്ഷ്മതയുടെ ഭാഗം? അപ്പൊ ഒരു നാട്ടില് പല പള്ളികളുണ്ട്, അവിടെ ഏറ്റവും ലാസ്റ്റ് മഗ്‌രിബ് വാങ്ക് കൊടുക്കുന്ന പള്ളി ഏതാണ്? അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നോമ്പ് തുറക്കലായിരിക്കും കരണീയം, സൂക്ഷ്മതയുടെ ഭാഗം. അല്ലാതെ ഈ എന്തെങ്കിലുമൊക്കെ വാശി, അല്ലെങ്കിൽ ഞങ്ങളുടെ വാങ്ക്, അവിടെ ഞങ്ങൾ വാങ്ക് കൊടുത്ത് ഞങ്ങൾ തുറന്നേ പറ്റൂ എന്ന വാശിയോടുകൂടെ നോമ്പ് തുറന്നു എന്ന് സങ്കല്പിക്കുക. സുബഹിന്റെ വാങ്ക് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്താൽ മാത്രമേ ഞങ്ങൾ തീറ്റ നിർത്തുള്ളൂ, കുടി നിർത്തുള്ളൂ എന്ന വാശിയിൽ ഒരാള് അവരുടെ പള്ളിയിലെ വാങ്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് അതുവരെ വെള്ളം കുടിച്ചു എന്ന് സങ്കല്പിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വെള്ളം കുടിച്ച സമയം, ഭക്ഷണം കഴിച്ച ആ സമയം എങ്ങാനും ആ നോമ്പിന്റെ പകലിൽ പെട്ടു എന്ന് സങ്കല്പിക്കുക. നോമ്പ് തുറക്കുന്ന സമയം, നോമ്പ് മുറിക്കുന്ന സമയം
നിങ്ങളുടെ പള്ളിയിൽ നിന്ന് 2 മിനിറ്റ് മുന്നേ കേട്ട വാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ നോമ്പ് തുറന്നു എന്ന് വെക്കുക. പ്രിയപ്പെട്ടവരെ, അതെങ്ങാനും പകലിൽ പെട്ടുപോയാൽ, എത്രയോ പകൽ സമയം പട്ടിണി കിടന്ന് 2 മിനിറ്റിന് വേണ്ടിയിട്ട് ആ നോമ്പ് നിഷ്ഫലമായാൽ ആരാണ് സമാധാനം പറയാ? അവിടെ ചെന്നാൽ, ഹിയർ ആഫ്റ്റർ ലൈഫിൽ, ആഖിറത്തിൽ ചെന്നാൽ ഏതെങ്കിലും മൗലവിമാര് നമ്മെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവോ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഇബാദത്ത് സഹീഹാവുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലി റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് എന്ന ചിന്തയോടുകൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.